ഹലോ എവരി വൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ പൂൻ നടത്തുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന അല്ലെങ്കിൽ എസ്എക്ക് സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു പോർഷൻ ആണ്. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കാം? ഡൂസ് ആൻഡ് ഡോൺസ്. ഓക്കെ, ഡൂസ് ആൻഡ് ഡോൺസ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ എന്ന രീതിയിൽ ചോദിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇത് ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിപ്പോ എർത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ ചോദിക്കാം? ഫ്ലഡ് ചോദിക്കാം, സുനാമി ചോദിക്കാം, അങ്ങനെ ലാൻഡ് സ്ലൈഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ കുറച്ച് പോയിന്റ്സ് കോമൺ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിത്തെ പോയിന്റ്സ് കുറച്ച് സ്പെസിഫൈ ചെയ്തിട്ട്, ഇപ്പൊ എർത്ത് ആണെങ്കിൽ ഇപ്പൊ ഡ്യൂറിങ് എർത്ത് ടേബിളിന്റെ അടിയിൽ പോയി നിൽക്കണം, അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യലൈസ് ചെയ്ത് കുറച്ച് ഓരോ ഡിസാസ്റ്ററിനും നമുക്ക് പ്രത്യേകം പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സും കൂടി നോക്കി വെച്ചിട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇത് എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഇൻട്രോ കൊടുക്കണം അല്ലെ? ഇൻട്രോ എഴുതാനായിട്ട് നമുക്ക് ഇപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ ഡിസാസ്റ്ററിന്റെ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്താ? ഡിസാസ്റ്റർ എന്താന്ന് എഴുതാ. എന്നിട്ട് എന്ത് ചെയ്താ? രണ്ട് തരം ഡിസാസ്റ്റർ, രണ്ടായിട്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്ററും ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്ററും. അത് ജസ്റ്റ് നോട്ട് ചെയ്യുക, അത് എഴുതാം. എന്നിട്ട് കുറച്ച് ഇപ്പൊ മാൻമെയ്ഡിലും നാച്ചുറലിലും നമുക്ക് അറിയാവുന്ന കുറച്ച് എക്സാമ്പിൾസ് എഴുതി വെക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇപ്പൊ നമുക്ക് എർത്ത് ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫ്, അതിനെ കുറിച്ച് കുറച്ച് എഴുതാം. എന്നിട്ട് നമുക്ക് പോയിന്റ്സ് ആയിട്ട് ബാക്കിത്തെ കാര്യങ്ങൾ എഴുതാം. ഇപ്പൊ എർത്ത് ആണ് ഇപ്പൊ നമുക്ക് പറഞ്ഞേക്കണേ എക്സാമ്പിൾ ആയിട്ട്. അതുകൊണ്ട് ഇതെന്താന്ന് ജസ്റ്റ് ഇതെന്താ? ഒരു സഡൻ മൂവ്മെന്റ് ഓർ ഷേക്കിംഗ് ഓഫ് എർത്ത് സർഫസ് അല്ലേ? അതാണ് എർത്ത് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഇപ്പൊ എന്ത് സംഭവമാണ് നമുക്ക് തന്നെയെന്ന് നമ്മൾ നോക്കാം. ഇപ്പൊ നമുക്ക് ഫ്ലഡ് മിക്കവാറും നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരിക്കും തരാം. ഇപ്പൊ ഫ്ലഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഈ ഒരു പോയിന്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നാച്ചുറൽ ഡിസാസ്റ്റർ ആണോ അതോ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണോ എന്നുള്ളത് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. എന്നിട്ട് അത് കാരണം എങ്ങനെയാണ് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നത് എന്നും കൂടി പറയാം. ഇപ്പൊ ഇതിലെ കാര്യം പറയാനാണെങ്കിൽ ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട്, മൂവ്മെന്റ് ഓഫ് ഗ്രൗണ്ട് ഇൻ ആൻ എർത്ത് ഈസ് റയർലി ദ ഡയറക്റ്റ് കോസ് ഓഫ് ഇഞ്ചുറീസ്. ഇപ്പോ ഭൂമികൾക്ക് ഉണ്ടാവുന്ന ടൈമില് ഭൂമി കുലുങ്ങുന്നത് കൊണ്ട് മാത്രമല്ല എന്തുണ്ടാവുന്നത്? ഇഞ്ചുറീസ് ഉണ്ടാവുന്നത്. അതല്ല ഒരു മേജർ കോസ്. പക്ഷെ ഒരു മേജർ കോസ് എന്താണ്? ഫാളിങ് ഒബ്ജക്ട്സ് ഓർ കൊളാപ്സിങ് ബിൽഡിങ്സ് അല്ലെ? ഹെവി ഒബ്ജക്ട്സ് ഒക്കെ മേളില് എന്തെങ്കിലും ഹൈ പൊസിഷനിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മറിഞ്ഞു വീഴാ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്സ് ഒക്കെ പൊളിഞ്ഞു വീഴാ, അങ്ങനെയൊക്കെയാണ് കൂടുതൽ എന്തുണ്ടാവുന്നത്? ഇഞ്ചുറീസും ഡെത്തും കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ? അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലും കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ചെയ്താൽ ഇപ്പൊ കുറെ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? റിസ്ക് ഉള്ള ഏരിയയിൽ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ എർത്ത് പകരം ആ ഒരു പോയിന്റ് എടുത്ത് എഴുതിയിട്ട് ഈ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏത് ഡിസാസ്റ്റർ ആണോ നമുക്ക് തരുന്നത് അതിന്റെ ഒരു ചെറിയ ബ്രീഫ് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡൂസ് ആട്ടോ. ഡൂസ് നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഡൂസ്. ഡൂസിൽ നമുക്ക് എപ്പോഴും നമ്മള് എസ് എ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു ടിപ്പാണ് എന്തെന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു എഴുതുമ്പോൾ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് എഴുതാം. അപ്പൊ നമ്മൾ എപ്പോഴും ഇവാലുവേഷൻ ഇരിക്കുന്ന ആൾക്ക് പേപ്പർ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും. അപ്പൊ എപ്പോഴും നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുത്ത് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് കണ്ടന്റ്സ് ഫുൾ പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഡൂസ് ആണ്, ആദ്യം ഡൂസ് ആൻഡ് ഡോൺസ് ആണ് പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഡൂസ് എഴുതാം. ഡൂസ് നമുക്ക് എങ്ങനെ എഴുതാം?
ബിഫോർ, ആഫ്റ്റർ ആൻഡ് ഡ്യൂറിങ്, അങ്ങനെ 3 രീതിയിൽ എഴുതാൻ പറ്റും അല്ലെ. നമ്മൾ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ ബിഫോർ ആ ഡിസാസ്റ്റർ, എന്ത് ഡിസാസ്റ്റർ ആണോ പറയുന്നത് ആ ഡിസാസ്റ്റർ ബിഫോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആദ്യം എഴുതാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? അർബൻ പ്ലാനിങ് റെഗുലേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ബിൽഡിങ്സ് പണിയാം. അതേപോലെ തന്നെ ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് അപ്ലയൻസസ്, പൈപ്സ്, ഇതൊക്കെ എന്ത് ചെയ്യാ എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് വെക്കുക. ഓക്കെ. പിന്നെന്താ, ഹെവി ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ എന്താ സേഫ് ആയിട്ട് വെക്കുക അല്ലെ. അതായത് ഈ ഹെവി ഒബ്ജക്ട്സും ഹെവി മെറ്റീരിയൽസ് ഒക്കെ എന്താ ഹൈ പൊസിഷനിൽ വെക്കുന്നത് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പോ എന്താ ഹെവി പൊസിഷനിൽ നിന്ന് ഒബ്ജക്ട്സ് ഫാൾ ചെയ്താണ് എന്ത് കൂടുതലും ഇഞ്ചുറീസ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒഴിവാക്കാം. പിന്നെന്താ, ഫാമിലി, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫാമിലി ഇവാക്യുവേഷൻ ഡ്രിൽസ്, അതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എമർജൻസി കിറ്റ്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം എപ്പോ വേണമെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എമർജൻസി കിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ബിഫോർ എർത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളല്ല, ഇതിൽ പോയിന്റ്സ് ഇനിയും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോ എക്സാമ്പിൾ പോലെ കുറച്ച് പോയിന്റ്സ് എടുത്ത് പറഞ്ഞാണ്. ഓക്കെ. ഇനിയും നിങ്ങൾ കുറച്ചുകൂടി പോയിന്റ്സ് എഴുതി കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് എഴുതാം. ഇനി നമ്മൾ എങ്ങനെ എഴുതാം? ഇനി ഡ്യൂറിങ് എർത്ത്. ഓക്കെ. ഡ്യൂറിങ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മള് ഇപ്പൊ ഭൂമിയിലേക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എവിടെയൊക്കെ ആവാം? ചിലപ്പോ നമ്മൾ ഇൻഡോറിലാവാം അല്ലെ. ഇൻഡോർ ആവാം. അതേപോലെ എന്താ ഔട്ട്ഡോർ ആവാം. നമ്മൾ ഔട്ട്ഡോറിലായിരിക്കും ചിലപ്പോ, നമ്മൾ പുറത്തായിരിക്കും ചിലപ്പോ. പിന്നെന്താ, ചിലപ്പോ വെഹിക്കിളിലാവാം. അങ്ങനെ പല പല സിറ്റുവേഷനിലാവാം. നമുക്കിപ്പോ എപ്പോഴുണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഡ്യൂറിങ് എർത്ത് പറയുമ്പോ എന്താ, ഇതേപോലെ ഇൻഡോർ, ഔട്ട്ഡോർ, അതേപോലെ വെഹിക്കിള്, ഇതൊക്കെ പറയാം. ഓക്കെ. ഇപ്പോ ഫ്ലഡ് ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആലോചിച്ച് എഴുതാം. ഓക്കെ. ഇപ്പൊ ഡ്യൂറിങ് എർത്ത് എന്താ, ആദ്യം തന്നെ എന്തൊരു ഡിസാസ്റ്റർ ഉണ്ടായാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് സ്റ്റേ കാം ആൻഡ് ഡോണ്ട് പാനിക്. ഓക്കെ. ഇത് നമുക്ക് ഏത് ഡിസാസ്റ്റർ ആണെങ്കിലും എഴുതാനായിട്ട് പറ്റും. ഇനി ഇൻഡോറിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാ? ഡ്രോപ്പ് കവർ ആൻഡ് ഹോൾഡ് ഓൺ. പിന്നെന്താ, സ്റ്റേ അവേ ഫ്രം വിൻഡോസ്, ഡോർസ്, എക്സ്റ്റീരിയർ വാൾസ്. പിന്നെ ഹോൾഡ് ഓൺ ടു ഫർണിച്ചർ ഓർ സ്റ്റേബിൾ ഒബ്ജക്ട്സ്. ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്ട്സിന്റെ ചേർന്നിരിക്കുക. ഓക്കെ. അതുമ്മ പിടിച്ചിരിക്കുക. പിന്നെ നമ്മൾ ഇൻഡോറിൽ തന്നെ സ്റ്റേ ചെയ്യും. ഇപ്പൊ നമ്മൾ വീടിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് തീരണ വരെ എന്താ വീടിന്റെ അകത്ത് തന്നെ നിൽക്കുക. അല്ലാതെ ഇടയ്ക്ക് ഇറങ്ങി പുറത്തോട്ട് പോകരുത്. പിന്നെ സ്റ്റെയർ, ഗോണിപ്പടി എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക ആ ടൈമിൽ. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബിൽഡിങ്ങിന്റെ സെൻട്രൽ പാർട്ടിലോട്ട് നീക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇൻഡോറിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അടുത്താണ് നമ്മളിനി ഔട്ട്ഡോർ ആണെങ്കിലോ, സ്റ്റേ ഔട്ട്സൈഡ്. അപ്പോ ഓടി എന്ത് ചെയ്യരുത്? ഏതെങ്കിലും ബിൽഡിങ്ങിലോട്ട് കയറാൻ നിൽക്കരുത്. ഔട്ട്സൈഡ് ആയിട്ട് നിൽക്കുക. ഇലക്ട്രിക് കേബിൾസ്, ബിൽഡിങ്സ്, ഇതിന്റെ ഒക്കെ അടിയിൽ പോയി നിൽക്കുന്നത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇതാണ് നമുക്ക് ഔട്ട്ഡോർ ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതില് ഇനി പോയിന്റ്സ് ആഡ് ചെയ്യാം. എന്താ, ഭയങ്കര ട്രീസിന്റെ ഒക്കെ അടിയിൽ പോയി നിൽക്കരുത്. അതേപോലെ ബ്രിഡ്ജ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയൊന്നും പോയി നിൽക്കരുത്. അങ്ങനെ പല പല പോയിന്റ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി പോയിന്റ്സ് ആഡ് ചെയ്ത് ഇച്ചിരി എന്താ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ടൈം പോലെ ഇപ്പൊ എസ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി നല്ലോണം ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. അല്ലാതെ 5 മാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ടൈം കിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ടൈം മാനേജ് ചെയ്തും കൂടി എഴുതാം. അടുത്താണ് വെഹിക്കിളിലാണെങ്കിലോ, സേഫ് ആയിട്ട് പാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അവോയ്ഡ് ബ്രിഡ്ജസ് ആൻഡ് ബിൽഡിങ്സ്. ഓക്കെ. ഇത്രയാണ് ഡ്യൂറിങ്. ഇനി ആഫ്റ്റർ എർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതോറിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഏത് ഡിസാസ്റ്റർ ആണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ്. എപ്പോഴും നമ്മൾ അതോറിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് കേട്ട് വേണം എന്ത് ചെയ്യാൻ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഫ്ലഡ് ആണെങ്കിൽ തന്നെ അവര് പറയും നമുക്ക് വീടുകളിലോട്ട് പോവാൻ സേഫ് ആണ്. ഇപ്പൊ ക്യാമ്പിലൊക്കെ ആയിരിക്കും, ഇപ്പൊ വീടുകളിലോട്ട് പോവാൻ സേഫ് ആണോ എന്നൊക്കെ ആരായിരിക്കും പറയാ?
അതോറിറ്റി പറയും. അപ്പൊ അവരുടെ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും നമ്മള് ഒബേ ചെയ്യാം. ഓക്കെ, ഒബേ അതോറിറ്റീസ് ഇൻസ്ട്രക്ഷൻസ്. അതേപോലെ തന്നെ ഡാമേജ്ഡ് ബിൽഡിങ്സ് ഒഴിവാക്കാം. ഓക്കെ, എന്താ കാരണം ഏത് നിമിഷവും ഇനി ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ഇതിന് ഡാമേജ് ആയ ബിൽഡിങ്സിലൊക്കെ വീണ്ടും കയറി നിന്ന് കഴിഞ്ഞാൽ എന്താ വീണ്ടും ഈ വാളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. സോ അവോയ്ഡ് ഡാമേജ്ഡ് ബിൽഡിങ്സ്. പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ്, അലേർട്ട് എമർജൻസി സർവീസസ്. ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഡോൺ ഹൈൻഡ് റെസ്ക്യൂ വർക്ക്, ചെക്ക് വാട്ടർ ആൻഡ് ഫുഡ് സേഫ്റ്റി, കീപ് എമർജൻസി പാക്കേജസ് ആൻഡ് റേഡിയോ ഹാൻഡി. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്തിൽ പറ്റുന്നത് ആഫ്റ്റർ എർത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എഴുതാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരു സംഭവം തരാണെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഡിസാസ്റ്റർ എന്താ അതിന്റെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ. ഇപ്പൊ കുറെ ഡെഫിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു കുഞ്ഞു ഡെഫിനേഷൻ എന്തെങ്കിലും പഠിക്കാം, അത് എഴുതാം. പിന്നെന്താ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട്, അതിന്റെ ടൈപ്സ്. നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട്, മാൻമേഡ് ഡിസാസ്റ്റർ ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ ലിസ്റ്റ് എഴുതാം. പിന്നെ നമുക്ക് ഏത് ഡിസാസ്റ്റർ ആണോ തന്നെ അതിന്റെ ഒരു ചെറിയ ബ്രീഫ്, അതുകൊണ്ട് അത് വെച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ച എന്തുകൊണ്ടാണ് നമുക്ക് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് കൂടുന്നത് എന്നും കൂടി മെൻഷൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താ ഡ്യൂറിങ്ങും ഡൂസും ഡോണ്ടും അത് എഴുതാ. എന്നിട്ട് എന്തിലെഴുതാ അതില് ഡ്യൂറിങ്, ആഫ്റ്റർ, ബിഫോർ ഇതൊക്കെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇത്രയും എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്ക് തന്നെ കിട്ടും. അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത്രയും ഇത്തിരി ഇലാബറേറ്റ് ചെയ്ത് എഴുതിയ, അല്ലെങ്കിൽ എസ് എ മാർക്കിന്റെ എന്തായാലും ഇത് മൊത്തം തരാൻ സാധ്യതയില്ല. ഇത് ഇപ്പൊ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരുമിച്ച് അങ്ങനെ തരാണെങ്കിൽ എന്താ ഇത് ഫുൾ എഴുതാം. അപ്പൊ നന്നായിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഡിസാസ്റ്റർ ഇല്ലേ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഴുതാം. ഇനി ഡോൺസ്. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താണ് പറഞ്ഞ ഡൂസ് ആണ് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാ പറഞ്ഞത്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ, ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഡോൺ സ്റ്റാൻഡ് നിയർ ബിൽഡിങ്സ്, പവർ ലൈൻസ്, ട്രീസ്. ഇല്ലേ, നമ്മള് ട്രീസിന്റെയും ബിൽഡിങ്സിന്റെയും ഒന്നും അടിയിൽ നിൽക്കരുത്. അതേപോലെ തന്നെ കേക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രൈവ് ചെയ്യണത് ഒഴിവാക്കുക. കാരണം എന്താ വീണ്ടും ഭൂമിയിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് അത് കഴിയുമ്പോൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഡാമേജ്ഡ് ബിൽഡിങ്സിൽ എൻ്റർ ചെയ്യണത് ഒഴിവാക്കുക. അതേപോലെ തന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യണത് ഒഴിവാക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഡോൺസിൽ പറയുന്നത്. അപ്പൊ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം ഇനിയും പോയിന്റ്സ് കുറെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഇത്രയും പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായാലും 5 മാർക്ക് കിട്ടും. ഓക്കെ, എന്ത് എഴുതുമ്പോഴും ഒരു സ്ട്രക്ചർ വേണം. ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് കാര്യമാണ് ചോദിക്കുന്നത് അതിന്റെ ഒരു ബ്രീഫ്, പിന്നെ പോയിന്റ് ഇട്ട് അണ്ടർലൈൻ ചെയ്ത് ഹെഡിങ് ഒക്കെ കൊടുത്ത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു.